നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവൻ എന്നോട് നിന്നെ വിളിക്കാനും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിന്നെ ആ വീട്ടിൽ നിന്ന് മാറ്റാൻ എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ പവിത്രൻ പറഞ്ഞ അനുസരിച്ചൊന്നുമല്ല നിന്നെ കൊണ്ടുവന്നത്. സുമംഗലെ അവിടെ വെച്ച് തീർക്കാൻ ഞാൻ പലതവണ ശ്രമിച്ചതാ, കഴിഞ്ഞില്ല. ആ ദർശന അതെല്ലാം തടഞ്ഞു. നിന്നെ അന്വേഷിച്ച് സുമംഗല ഇവിടെ വരും, അല്ലെങ്കിൽ ഞാൻ വരുത്തും. ഇവിടെ ആവുമ്പോ ഒരാളെ കൊന്നാലും ആരും അറിയില്ല. ഹലോ കരുണാങ്കിൾ, കൃഷ്ണനും സംഘവും തന്നെയാവും ശ്രേയെ കടത്തിക്കൊണ്ട് പോയതെന്ന് ഉറപ്പിക്കാൻ പറ്റും. അതിനാ കൃഷ്ണന്റെ നമ്പര് ഞാൻ അങ്കിളിന് അയച്ചത്. അങ്കിള് സൈബർ സെല്ല് വഴി ആ ഫോൺ മോണിറ്റർ ചെയ്തോണ്ടിരിക്കുന്നത് ശ്രേയയും നിഖിലും കൂടിയാവുമോ പോയിരിക്കുന്നതെന്ന് സംശയിക്കുന്നുണ്ടല്ലേ? നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ശരിയായ ദിശയിൽ തന്നെയാ. കൃഷ്ണന്റെ ഷെൽട്ടർ കണ്ടെത്തിയ നമുക്ക് ശ്രേയയിലേക്ക് എത്താം. ദർശനയുടെ ഒബ്സർവേഷനാണ് ശരി. ആ ഫോൺ ഓഫ് ചെയ്യാതിരുന്നാൽ മതി. ലൊക്കേഷൻ നോക്കി നമുക്ക് ടവർ ട്രേസ് ചെയ്യാം. എൻ്റെ മോളെ, നിനക്കെപ്പോഴും പോലീസിന്റെ ബുദ്ധിയാ. നീ IPS തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ആ ശ്രമം ഒരിക്കലും വിട്ടുകളയരുത്. ഇന്ത്യൻ പോലീസ് സർവീസിന് അഭിമാനിക്കാവുന്ന ഒരു സേവനം നീയായിട്ട് നഷ്ടപ്പെടുത്തരുത്. അലക്ക് കഴിഞ്ഞ കാശിക്ക് പോവാന്ന് വിചാരിച്ചിരുന്ന ഒന്നും നടക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ പ്രശ്നങ്ങൾ തീരുന്നില്ലല്ലോ. ഈ കല്യാണം ഒന്ന് നടന്നു കിട്ടുന്നത് വരെ അങ്ങനെയാ കണക്ക് കൂട്ടിയത്, കണ്ടില്ലേ? അതിനിടയ്ക്ക് കല്യാണ പെണ്ണിന്റെ മിസ്സിംഗ്. ശ്രേയെ കണ്ടുപിടിച്ച് തിരിച്ചേൽപ്പിച്ചാൽ ഇതിന്നൊന്ന് തലയൂരാന്ന് വിചാരിച്ചു. നീ ഇതൊക്കെ പറയും. മരുവത്തൂരിലെ പ്രശ്നങ്ങൾ കഴിയുകയില്ല. നിനക്കൊട്ട് IPS പോകാൻ പറ്റുകയില്ല. ഇക്കാലത്ത് കുറച്ചൊക്കെ സെൽഫിഷ് ആവാതെ ഒരാൾക്കും വിജയിക്കാൻ പറ്റില്ല. ഇതൊക്കെ പറയുന്ന എന്നെയും ഡിപ്പാർട്ട്മെന്റിലെ സഹപ്രവർത്തകർ കളിയാക്കാറുണ്ട്. CA ആയാലും SP ആയാലും അയാളുടെ, അതായത് എൻ്റെ കേസെല്ലാം മരുവത്തൂർ കുടുംബത്തിന് വേണ്ടി മാത്രമാണെന്ന്. ഇത് കഴിഞ്ഞാലെങ്കിലും മരുവത്തൂർ പോലീസ് എന്ന് വിളിപ്പേരെന്ന് മാറിക്കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോ ഓക്കെ മോളെ, ഇത്തവണ ഞാൻ കൃഷ്ണനെ കുടുക്കിയിരിക്കും. എന്നാ ശരി അങ്കിളെ. എട്ടുമണിയായോ? മൊബൈൽ എവിടെ വെച്ചു? ഈ ഫോൺ ഇന്നലെ സ്വിച്ച് ഓഫ് ചെയ്തത് നീയാണോ? അതേലോ. ഒരുപാട് ഓടി ക്ഷീണിച്ചല്ലേ, ഒന്ന് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. കിടന്ന പാടം നിങ്ങളങ്ങ് ഉറങ്ങി. നിങ്ങളുടെ പെങ്ങളാണെങ്കിൽ വീണ്ടും വീണ്ടും വിളിച്ചോണ്ടിരിക്കല്ലായിരുന്നോ? ഒരു തവണ എടുത്തില്ലെങ്കിൽ മനസ്സിലാക്കി കൂടെ നമ്മൾ ഉറങ്ങിന്ന്. അവർക്ക് ഉറക്കില്ലെന്ന് വിചാരിച്ച് ഇങ്ങനെ ഒരു ശല്യമുണ്ടോ? എന്റെ ദൈവമേ, ചേച്ചിയുടെ 5 മിസ്ഡ് കോളുകൾ. എടി, നീ എന്ത് ദുഷ്ടത്തരായി കാണിച്ചത്? നീ വഴക്കിട്ടതുകൊണ്ട് ഞാൻ അന്നേരം പോയില്ലെന്ന് കരുതി നീ ഫോൺ ഓഫ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചോ? അത്യാവശ്യത്തിന് ആരെങ്കിലും വിളിച്ചാൽ ഇറങ്ങി ചെല്ലാമെന്ന് വിചാരിച്ചാ കിടന്നത്. ഒന്നാമത് നിഖിൽ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അവനെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിലോ? ശ്രേയാണെങ്കിൽ മിസ്സിങ്. അവസാനം വിളിച്ചപ്പോ ഗീതേച്ചി എന്നോട് പറഞ്ഞത് നിഖിലിനെ ഗിരിജയുടെ ആൾക്കാർ പിടിച്ചോണ്ട് പോയിന്നല്ലേ? അത് നീ കേട്ടതല്ലേ? ആര് പറഞ്ഞു? നിങ്ങൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. മോന്റെ കല്യാണക്കാര്യമൊക്കെ പറയുന്നത് കേട്ടല്ലോ എന്ന് ചോദിച്ചപ്പോ നീയൊന്നും അറിയണ്ട, രാത്രി ഏട്ടത്തിയുടെ കിടപ്പറയിൽ ചെന്ന് പറയാൻ പോകുന്നു നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത്. ഒരു മാനേഴ്സ് ഇല്ലേ മനുഷ്യ? എങ്ങനെ ബുദ്ധിമുട്ടിയാ നിങ്ങളോട് പിടിച്ച് കിടത്തിയത്?
നിങ്ങളെ ചേച്ചി വിളിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഫോൺ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തത്. പിന്നെ നിഖിലിന്റെ കാര്യം, അവൻ ആര് പിടിച്ചോണ്ട് പോയാലും എനിക്കൊന്നുമില്ല. പുകഞ്ഞ കൊള്ളി പുറത്ത്. എടി ഇനി അവനെ കുറിച്ച് എനിക്കൊന്നും അറിയണ്ട. പിന്നെ വീണ കല്യാണത്തിന് മുട്ടി നടന്നവള് ഓർണമെന്റ്സും ഏറ്റത്തി കൊടുത്ത അവനുള്ള സ്ത്രീധന കാശും ദർശനിക്ക് കൊണ്ടുവന്ന് വായിക്കൽ കിട്ടുകൊടുത്തില്ലേ? അവൾ അനുഭവിക്കണം. അതവൾക്ക് എന്റെ കയ്യിൽ കൊണ്ട് തരായിരുന്നല്ലോ. ഞാനല്ലേ ഏട്ടത്തിയോട് വഴക്കിട്ട് അവൾക്ക് 5 ലക്ഷം വാങ്ങിക്കൊടുത്തത്. ആ ഗിരിജ അനുഭവിക്കും. അവള് പുഴുത്തേച്ചാകും, നോക്കിക്കോ. അവളെ എങ്ങും പോയിട്ടില്ല. നിഖിലിന്റെയും വീണയുടെയും കല്യാണം ഗിരിജ നേരിട്ട് നടത്തി കൊടുക്കാൻ പോവാന്നാ ഏട്ടത്തി ഇന്നലെ പറഞ്ഞത്. അതൊന്നും നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ല. ചേച്ചി അനിയനും കുനുകുന സംസാരിച്ചത് ഞാൻ എങ്ങനെ അറിയാനാ? അല്ലെങ്കിലും പണ്ടേ ഉള്ളതാ ചേച്ചി ആങ്ങളെയും തമ്മിലുള്ള ഇടപാട്. ചേച്ചിയുടെ പേരുള്ള വസ്തു നിങ്ങൾക്ക് എഴുതി തന്നു എന്നോട് പറഞ്ഞോ? അന്നാ പെണ്ണുമ്പുളുടെ വായിരിക്കുന്ന മുഴുവൻ ഞാൻ കേട്ടതല്ലേ? ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള രഹസ്യങ്ങള്. എന്നിട്ട് എന്തായി? എല്ലാം പോയില്ലേ? വീണയും പോയി, കല്യാണത്തിന് കിട്ടുന്ന വെച്ച കാറും പോയി. ദേ ഇപ്പൊ കെട്ടാനിരിക്കുന്ന പെണ്ണും പോയി. അവളെ ഗിരിജ പിടിച്ച് കെട്ടിച്ച നമുക്കെന്താ ഗുണം? നിങ്ങളുടെ ഏട്ടത്തിയാണ് നടത്തി കൊടുത്തിരുന്നെങ്കിൽ കണക്ക് പറഞ്ഞ് ഇനിയും കാശ് വാങ്ങാമായിരുന്നു. കാശും സ്വത്തും സ്വർണവും അതല്ലാതെ എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക്? ചെറുക്കനെ ഗുണ്ടകൾ പിടിച്ചോണ്ട് പോയിന്ന് പറഞ്ഞിട്ട് അതവൾക്ക് അറിയാൻ വേണ്ട, അന്വേഷിക്കാൻ വേണ്ട. ഗിരിജ ഏട്ടത്തി വെല്ലുവിളിച്ച് വീണ്ടും വീണയെ കൊണ്ട് അവനെ കെട്ടിക്കുമെന്ന് പറഞ്ഞിട്ടും ഒരു കുലുക്കവും ഇല്ല. നീ ശരിക്കും അവന്റെ പെറ്റമ്മ തന്നെയാണോ? രാവിലെ തന്നെ ഏട്ടത്തെ കണ്ട് കാര്യം പറയട്ടെ. പിന്നെ നിഖിൽ എവിടെയാണെന്ന് തിരക്കണം. അവൻ ആരെയെങ്കിലും കല്യാണം കഴിച്ചോട്ടെ, പക്ഷേ അവൻ നമ്മുടെ മോനല്ലാതാവില്ലല്ലോ. അവന്റെ ജീവൻ എന്തെങ്കിലും ആപത്ത് പറ്റിയിട്ടുണ്ടെങ്കിലോ? നീ ശരിക്കും മനുഷ്യസ്ത്രീ തന്നെയാണോ? വീണ സ്വത്ത് കൊണ്ടുവരുന്ന് കണ്ടപ്പോ അവൾ ഡബിൾ ഓക്കെ. അത് ദർശനയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞപ്പോ അവളെ വേണ്ട. ശ്രേയ സ്വന്തം മകന്റെ കുഞ്ഞിനെ ചുമക്കുന്നു എന്ന് അറിഞ്ഞിട്ടും അവൾക്ക് മാറങ്ങട് മാറ. ഹലോ ഹലോ ചേച്ചി. നീ എന്താടാ ഫോൺ ഓഫ് ചെയ്തത്? ഞാനൊരു അത്യാവശ്യത്തിനല്ലേ വിളിച്ചത്. പഴയ പോലെ രാത്രിയിൽ എന്നെ ഹോസ്പിറ്റലിനെ മുറിക്കകത്തിട്ട് ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ട് വീണ് ഇറങ്ങിപ്പോയിന്നേ. എനിക്ക് നിഖിലേട്ടനെ കിട്ടിയില്ലെങ്കിലേ വേണ്ട. പക്ഷേ അവൾക്ക് കിട്ടാൻ ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ സമ്മതിക്കില്ല.